പതിവ് പോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡ് വളരെ ആശങ്കാജനകമായിരുന്നു. കാരണം എല്ലാ ഹൗസ്മേറ്റ്സും ഈ ശനി ഞായർ ദിവസങ്ങളെ വരവേൽക്കുന്നത് ആര് എവിക്റ്റാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആണ്. കാരണം ഓരോ എലിമിനേഷനിൽ വന്ന ഓരോ ആൾക്കാരും വിചാരിക്കുന്നത് ഞാനായിരിക്കും എവിക്റ്റ് ആകുന്നത് എന്ന് ഒരു ആശങ്ക ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെയും മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം. അന്ന് ഈ ശനി ഞായർ ദിവസങ്ങളിലാണ് ലാലേട്ടൻ വന്ന് എല്ലാവരെയും വിശകലനം ചെയ്യും, ക്വസ്റ്റ്യൻ ചെയ്യും, കഴിഞ്ഞയാഴ്ചത്തെ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ഒന്ന് കാണും, അവതരിപ്പിക്കും, പിന്നെ ഓരോരുത്തരോടും പല കാര്യങ്ങളും ചോദിക്കും. അതുപോലെ തന്നെ ഈ ആഴ്ച ശനിയാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡെന്ന് പറയുന്നത് ലാലേട്ടന് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഇന്ത്യയുടെ പരമോന്നത ഫിലിം ബഹുമതിയായ ദാദേ സാഹിബ് ഫാൽക്കെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അതിൻ്റെ സന്തോഷം ഹൗസ്മേറ്റ്സ് എല്ലാം ആഘോഷമാക്കി മാറ്റുകയുണ്ടായി. ലാലേട്ടനോട് അവരുടെ പല ആവശ്യങ്ങളും ഉന്നയിക്കുകയും ചെയ്തു. അതൊക്കെ അദ്ദേഹം അംഗീകരിച്ചു. പൊതുവേ ഹൗസ്മേറ്റ്സിൻ്റെ കൂടെയാണ് എപ്പോഴും ലാലേട്ടൻ എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും ഞായറാഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് വളരെ വിഷമകരമായി. അതായത് ഈ കഴിഞ്ഞ ഞായറാഴ്ചത്തെ എപ്പിസോഡ് 2 പേര് എവിക്റ്റഡായി. നമ്മൾ വിചാരിച്ച ഒരു പക്ഷേ ഈ ആഴ്ച എവിക്ഷൻ ഒന്നും കാണത്തില്ല ലാലേട്ടൻ, സന്തോഷകരമായ നിമിഷമായതുകൊണ്ട് എവിക്ഷൻ ഇല്ല എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ശനിയാഴ്ച എവിക്ഷൻ നടത്തിയില്ല, പിന്നെ ഞായറാഴ്ചയും ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിച്ചു. എന്തായാലും ഞായറാഴ്ച വന്ന ഉടനെ തന്നെ അദ്ദേഹം പല കാര്യങ്ങളും ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത് ഇന്ന് നമുക്ക് അടുത്ത ഒരു ചടങ്ങിലേക്ക് പോകാം. അതായത് എവിക്ഷൻ്റെ കാര്യമാണ്. എവിക്ഷനിലുള്ളവരെല്ലാം എഴുന്നേൽപ്പിച്ച് നിർത്തി കുറച്ച് പേരെ സേവാക്കി മാറ്റി. ബാക്കിയുള്ളവരെല്ലാം അപ്പോഴും മുൾമുനയിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ കാർഡ് കൊണ്ടുവരികയും അതിനകത്ത് ജിഷിൻ എവിക്റ്റഡ് ആയതായിട്ട് കാണിക്കുകയും ചെയ്തു. ജിഷിൻ ആണ് ആദ്യമായിട്ട് ഇന്ന് ഈ ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ എവിക്റ്റഡ് ആയത്. കാരണം ജിഷിൻ പോകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. ജിഷിന് എതിരായിട്ട് പലരും വോട്ട് ചെയ്ത് കാണും, ജിഷിന് വേണ്ടി ആരും വോട്ട് ചെയ്തിട്ടില്ല. വോട്ടിൻ്റെ എണ്ണം കുറവായതുകൊണ്ടാണല്ലോ, അതാണല്ലോ ലാലേട്ടൻ ബിഗ് ബോസിൽ പറയുന്നതും. എന്തായാലും ജിഷിൻ പോകുമെന്ന് ഒട്ടും പലരും പ്രതീക്ഷിച്ചില്ല. പലർക്കും വിഷമമായിപ്പോയി, പലരും കരഞ്ഞു ജിഷിൻ പോയപ്പോൾ. കാരണം പുറത്തുള്ളവരും കരഞ്ഞു, അകത്തുള്ളവർക്കും സങ്കടമായി. ജിഷിൻ കരഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് വീട് വിട്ടത്. കാരണം ലാലേട്ടൻ പോലും ജിഷിനെ ആലിംഗനം ചെയ്തു. സാധാരണ എല്ലാവരും അങ്ങോട്ട് പറയും ലാലേട്ടാ ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ, ഇവിടെ അങ്ങനെയല്ല, നേരെ മറിച്ച് ലാലേട്ടൻ തന്നെ വന്നാണ് അദ്ദേഹത്തെ ഹഗ് ചെയ്തത്, കെട്ടിപ്പിടിച്ചത്. അത്ര ജിഷിനോട് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ തന്നെ ജിഷിനെ എവിക്റ്റാക്കി പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തയാളിനെ എവിക്റ്റാക്കിയത്. അത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ അഭിലാഷ്. ജിഷിന് ശരിക്കും പറഞ്ഞാൽ ഒരു 4 ആഴ്ച കാലമേ നിൽക്കുവാൻ കഴിഞ്ഞുള്ളൂ. വൈൽഡ് കാർഡ് ആയിരുന്നല്ലോ ജിഷിൻ. 5ാമത്തെ ആഴ്ചയിൽ വന്ന 5 വൈൽഡ് കാർഡിൽ ഒരാൾ. അതിൽ 3 പേരിപ്പോൾ പോയി, ഇനി 2 പേര് മാത്രമേ ഉള്ളൂ, ലക്ഷ്മി അതുപോലെ സാബുമാൻ. അതുപോലെ തന്നെ ആദ്യം തൊട്ടേ നിൽക്കുന്ന ആളാണ് അഭിലാഷ്. അഭിലാഷ് പോകുമെന്നും ആരും പ്രതീക്ഷിച്ചില്ല. അഭിലാഷ് പോലും ഒട്ടും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ തന്നെ ജിഷിനും അഭിലാഷും തമ്മിലൊരു കോംബോയൊക്കെ ഉണ്ടായിരുന്നു, ഒരു വഴക്കിടുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. അത് ചെന്ന് കൺഫെഷൻ റൂമിൽ പറയുന്നുണ്ട്, ഞങ്ങൾ വെറുതെയാണ് ബിഗ് ബോസ്, ഞങ്ങൾ ഒന്നുകൂടി അങ്ങനെയൊക്കെ ഒന്ന് അഭിനയിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് കയ്യാങ്കളിയൊന്നും ആകരുത് എന്നൊക്കെ പറഞ്ഞാണ് വിട്ടത്. എന്തായാലും ഇത്ര പെട്ടെന്ന് ഇവർ 2 പേരും ഒരുമിച്ച് എവിക്റ്റഡ് ആകുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെ വിഷമം തന്നെയായിരുന്നു 2 പേരുടെ എവിക്ഷൻ. എന്തായാലും 2 പേരും വളരെ കരഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പുറത്തേക്ക് പോയത്. എന്തായാലും പുറത്ത് ഇവർക്ക് 2 പേർക്കും നല്ല വരവേൽപ്പാണ് ലഭിക്കുന്നത്. താങ്ക് യു.